എന്റെ വീട്ടില് ഞാനൊരു മോളായിരുന്നെങ്കിലും ഇക്കാക്കമാരെ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മ പറയൂട്ടാ, ഉമ്മാക്ക് 3 പെൺമക്കളാണെന്ന്. എന്നെ പോലെ തന്നെയായിരുന്നു ട്ടാ ഉമ്മാക്ക് അവരും. ഇവര് വന്നതിന് ശേഷം എനിക്ക് നാത്തൂമാരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ട്ടാ. ഇക്കാക്കമാരെ ഭാര്യമാരാകുമ്പോ എല്ലാരും പറയും ഭാബീന്നൊക്കെ വിളിക്കണോന്ന്. ഞാൻ പറയും ഭാബീന്നൊന്നും വിളിക്കൂല, എന്റെ അനിയത്തിമാരാണെന്ന്. ഓരോ റമളാനും എന്തെങ്കിലും പുതിയ വിശേഷം വീട്ടിലുണ്ടാവും ട്ടാ. ഇത്തവണത്തെ താരം നമ്മുടെ കംഫർട്ട് പ്ലാസ്റ്റിക്കിന്റെ സമൂസ മേക്കറും കട്ട്ലേറ്റ് മേക്കറും ആയിരുന്നു. നോർമലി നമ്മൾ ഷീറ്റ് വാങ്ങിച്ച് സമൂസ ഉണ്ടാക്കുന്നതും അതുപോലെ കട്ട്ലേറ്റ് ഉണ്ട പിടിച്ച് ചെയ്യണതിനൊക്കെ മോർ ബെറ്റർ ആയിരുന്നു. അതുപോലെ നമ്മൾ ടൈം സേവ് ചെയ്യാനും അടിപൊളിയായിരുന്നു. സംഭവം എന്തായാലും സെറ്റാണ്. അപ്പൊ ആവശ്യമുള്ളവർ ഈ ഇൻസ്റ്റാ പേജിൽ DM ചെയ്താൽ മതിട്ടാ. പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നോമ്പ് പിടിക്കുവേ. ആ സമയത്ത് എന്റെ മൂത്തിക്കാക്കാക്ക് ഒട്ടും ക്ഷമയില്ല. 6 മണി മുതലേ തുടങ്ങും. എന്താ ഉമ്മ ബാങ്ക് വിളിക്കാത്തത്? ഉസ്താദ് ഇനി ഉറങ്ങിപ്പോയി കാണോ? ഉസ്താദ് മറന്നു പോകോ? എന്നും പറഞ്ഞ് ഇങ്ങനെ ബഹളമായിരിക്കും. നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് ട്ടോ പള്ളി. കാക്കയില്ലേ ആ സമയമാകുമ്പോ പോയി പള്ളിന്റെ വാതിൽക്കൽ നിൽക്കും. എന്നിട്ട് ഓടി വരലാണ് ബാങ്ക് വിളിക്കുമ്പോ. ഉമ്മ ബാങ്ക് വിളിച്ച് വെള്ളം എടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നൊക്കെ വീട്ടില് നോമ്പ് തുറക്കാനായിട്ട് നാരങ്ങവെള്ളവും കസകസിട്ട് ഉണ്ടാക്കും. പിന്നെ ഒരു കടി ഉണ്ടാവുള്ളൂ, മിക്കപ്പോഴും പഴംപൊരി ആയിരിക്കും. പക്ഷെ പള്ളിയിലാണെങ്കിൽ ഇഷ്ടംപോലെ കടിയും വെള്ളവും വെള്ളയപ്പൊക്കെ കിട്ടും. പക്ഷെ ഇക്കാക്കന്മാര് പോവൂല, എന്റെയും ഉമ്മാന്റെയും കൂടെ തന്നെ ഇരിക്കൂട്ടാ. എന്നിട്ട് പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് വരുമ്പോ കയ്യിൽ കടി പിടിച്ചിട്ടുണ്ടാവുന്നു. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ശരിക്കും സങ്കടാവും.